ഭാഗ്യലക്ഷ്മിക്ക് ദിലീപിനെ മാത്രം അകത്താക്കിയ പോരാ, മോഹൻലാലിനെ അകത്താക്കണം, ദിലീപിനോടൊപ്പം നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരെ അകത്താക്കണം. ഇന്നലെ ശ്രീജിത്ത് പണിക്കരുടെ നെഞ്ചത്ത് ചെന്ന് കയറി. ശ്രീജിത്ത് പണിക്കർ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അതോടുകൂടി കിളി പോയ അവസ്ഥയിലായി ഭാഗ്യലക്ഷ്മി. പിന്നെ ഒട്ടുമിക്ക ദിലീപിനെ PR വർക്ക് ചെയ്യുന്നവരും കൂടെ നിൽക്കുന്നവരും ഒക്കെ പറ്റുമെങ്കിൽ തൂക്കിക്കൊള്ളണം, അല്ലെങ്കിൽ ജീവപര്യന്തം മരണം വരെ ജയിലിലാക്കണം. ഇതിന്റെ കൂടെ ദിലീപിനെ അകത്താക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഇങ്ങനെ ചെയ്തു ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം മോഹൻലാൽ ദിലീപിനോടൊപ്പം ഒരു പോസ്റ്റ് വിധി വന്നതിന്റെ അന്ന് ഇട്ടു. അത് അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി 8 മണിക്കാണ് അദ്ദേഹത്തിന്റെ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയത്, ബബ്ബ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിന്റെ ബന്ധമായിട്ടാണ് മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിന്റെ താഴെ മോഹൻലാലിനെ എതിർത്തുകൊണ്ട് കുറെ പേരൊക്കെ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന കുറെ പേരൊക്കെ വന്നിരുന്ന കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിക്ക് ദിലീപിനെ പിന്നെ പറയുന്ന എല്ലാ പേരെയും പിന്നെ ജയിലിനുള്ളിലാകാം. ഇതിനൊരു ദിലീപിന് വേണ്ടിയിട്ടല്ല, ദിലീപിനെ അകത്താക്കാൻ ഒരു PR വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ കുറെ ആളുകളുണ്ട്, കുറെ രാജ്യവിരുദ്ധമായ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്നാലും രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഇത് കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഭാഗ്യലക്ഷ്മിക്ക് പിന്നാലെ ഉണ്ടെന്നും പറയുന്നുണ്ട്. എന്താണ് സാർ യഥാർത്ഥത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ പ്രശ്നം? ഭാഗ്യലക്ഷ്മിയുടെ പ്രശ്നം, ഭാഗ്യലക്ഷ്മി ഈ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം അത് കൂലി മേടിച്ച ജോലിയാണോ? ജോലി ചെയ്യുന്നതിന് കൂലി കൊടുക്കും. ഇത് മുമ്പേ മേടിച്ചിട്ട് ജോലി ചെയ്യുക, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ബബ്ബ അടിക്കും. കൃത്യമായിട്ട് ആരെങ്കിലും ചോദ്യം ചോദിച്ചു, ശ്രീജിത്ത് പണിക്കർ ചോദിച്ചപ്പോൾ ബബ്ബ അടിച്ചു. ഇപ്പൊ സിനിമ ദിലീപിന്റെ ആണെങ്കിലും വൃത്തിയായിട്ട് ചോദ്യമാകും, കൃത്യമായിട്ട് ചോദിക്കാനും ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ. അതായത് ഇപ്പൊ നടത്തുന്നത് പ്രസംഗമാണ്. പ്രസംഗത്തിൽ ചോദ്യമില്ലല്ലോ. നമ്മൾ കണ്ട് ഞാനൊക്കെ പ്രസംഗിക്കാൻ പോയിരുന്നു, കാവലിലൊക്കെ വെച്ച് കാച്ചും. പ്രസംഗത്തിൽ വളരെ ആരും ചോദിക്കത്തില്ല. നമ്മള് പ്രസംഗിക്കുമ്പോൾ നിൽക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടി പ്രബുദ്ധരായിരിക്കും. ഈ പറയുന്നതൊക്കെ മണ്ടത്തരമാണെന്ന് വിചാരിച്ച് കേൾക്കുന്നവരായിരിക്കും. പക്ഷെ അവർ കേട്ടിട്ട് അങ്ങ് പോകും. അവർ ആത്മകഥം പറയും, ഇവൻ എന്തുകൂടെ ഈ പറയുന്നത്. ചോദ്യമില്ലല്ലോ. ഇപ്പൊ ഭാഗ്യലക്ഷ്മിയോട് ചോദ്യമില്ല. ഭാഗ്യലക്ഷ്മി ചെയ്യുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. ഭാഗ്യലക്ഷ്മിയുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് വിഷയം ഇതാണെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ്. അതിൻ്റെ കാര്യം പറയാനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിറകിൽ മട്ടാഞ്ചേരി മാഫിയയാണ്. മട്ടാഞ്ചേരി മാഫിയ ഇസ്ലാമിസ്റ്റുകൾ ടീമാണ്. അവർ ഏറ്റവും പ്രധാനമായിട്ട് ലോകത്ത് ജനങ്ങളെ ഏറ്റെടുപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ജനങ്ങളിടയ്ക്ക് ഇഴുകിച്ചേരുന്നതിനും കലയാണ് നല്ലത്, സിനിമയാണ് നല്ലത്. ആ സിനിമയിലൂടെ പല കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ ആശയങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന് കണ്ടുകൊണ്ട് ആ ഫീൽഡ്, ആ മേഖല അവിടെ കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു കാലങ്ങളായിട്ട് നിൽക്കുന്നു. കോടികൾ മുടക്കുന്നു, അതിന് സുന്ദരന്മാരെ തിരഞ്ഞെടുക്കുന്നു, അവരെ കൊണ്ട് പല കഥാപാത്രങ്ങളും ഉണ്ടാക്കിയിരുന്നു. നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചപ്പോഴേ മനസ്സിലായത്. ഇതിന്റെ പിറകിൽ, ദിലീപിന്റെ പിറകിൽ ഈ ഒരു കേസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൾസർ സുനി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പൾസർ സുനി ഇതിനു മുമ്പും ഈ പറഞ്ഞ ഇന്നിപ്പം അതിജീവിത പറഞ്ഞ എൻ്റെ പേര് ഞാൻ പറഞ്ഞിരിക്കുന്നു, മനോരമയ്ക്കകത്ത് വന്നിട്ട്. ഇനി ആർക്കും വേണമെങ്കിൽ പറയാം, ഞാൻ തന്നെ പറഞ്ഞു പരസ്യമായിട്ട് മനോരമയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാനാണ് അതിജീവിത. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നില്ല അവരുടെ പേര്. അപ്പം അത് അങ്ങനെ പറയുമ്പോഴും വലിയ പബ്ലിസിറ്റി ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവരാജീവിതം എന്ന് ലോകത്ത് മൊത്തവർക്കും അറിയാം. അവരെങ്ങനെ ഇതിനകത്ത് വന്നു എന്നുള്ള കാര്യം ലോകത്ത് മൊത്തം സംശയമുണ്ട്. അവരുടെ കയ്യിൽ എങ്ങനെയാണ് ദിലീപിന്റെ കയ്യിലിരുന്ന വസ്തുവും വകയും വന്നത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പൾസർ സുനി വാഹനത്തിനത് കയറിയപ്പോൾ ഇവർ പറഞ്ഞത് ഈ പറഞ്ഞു വിട്ട ആള്, അതായത് കൊട്ടേഷൻ കൊടുത്ത ദിലീപാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ കൊട്ടേഷൻ കൊടുത്ത ദിലീപ് പറഞ്ഞു എന്ന് ഇവരുടെ കയ്യിലെ വിവാഹമോതിരം ഊരിക്കൊണ്ട് പറയണം. അതാണ് ഇതിന്റെ തെളിവ്, ഇവരെ ഉപദ്രവിച്ചതിന്റെ തെളിവായിട്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 17-നാണ്, 2017 ഫെബ്രുവരി 17. ഇവരുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് മാർച്ചിലാണ്. അപ്പൊ ഈ ഫെബ്രുവരി 17 എങ്ങനെയാ പൾസർ സുനി മോതിരവും കൊണ്ട് ചെല്ലുന്നത്? അതെ. അപ്പൊ ഞാനീ പറഞ്ഞത് ഇതൊക്കെ ചോദിക്കുന്നവർക്കല്ലേ പറ്റും, പറയുന്നവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാനീ പറഞ്ഞത് പൾസർ സുനിയുടെ ഫോൾഡർ പരിശോധിച്ചാൽ ഡിയർ മൈക്കകത്ത ഈ പറയുന്ന ഈ അതിജീവിത കിടക്കുന്നത്. അതിജീവിതയുടെ നേരത്തെ ഡ്രൈവറായിരുന്നു പോലും ആരോപണം വരുന്നു, ആണല്ലോ. അപ്പം ബന്ധമുണ്ടല്ലോ. അപ്പം അവനിത് നേരത്തെ പല നടിമാരെയും ചെയ്തിട്ടുണ്ട്. ഈ പല നടിമാരുടെയും ഈ ഫോൾഡറിനകത്ത് കിടപ്പുണ്ട്. പല നടിമാരും സിനിമാ ഫീൽഡിൽ അന്വേഷിച്ചാൽ മതി. ഈ മാറ്റി കയ്യേറ്റം കൊണ്ട് ഏറ്റവും പ്രശസ്തമായിട്ട് ഇതിനെക്കാട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആരാധകരുള്ള പലരും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ രാജ്യത്തിന് വെളിയിലുണ്ട്, മദ്യപാനികളായിട്ടുണ്ട്, ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. ഇവർക്കൊരു ഡിപ്രഷനും ഇല്ലല്ലോ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇതിന് ശേഷം ദിലീപിനോട് അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, തെളിവുകളുണ്ട്, കോടതി തെളിവുണ്ടല്ലോ. അത് കോടതി ചോദിച്ചോ വേറെ ന്യായം പറയാം. ഞാൻ അഭിനയിപ്പിക്കാൻ മാത്രം ഞാൻ ആക്ട് ചെയ്യും, അല്ലാത്തപ്പോൾ മാറി തിരിഞ്ഞിരിക്കുമെന്ന്. ഇങ്ങനെ മനസ്സിലായില്ലേ? ദിലീപിനോട് തിരിഞ്ഞിരിക്കും. ഇതൊക്കെയാ പറഞ്ഞത്. അപ്പം ആ രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിനകത്ത് പൾസർ സുനി സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ അവസരം കിട്ടിയപ്പോൾ അവൻ്റെ കാര്യം ചെയ്തു. ആ ചെയ്തതിനകത്തും ഈ പറയുന്ന പോലെ തർക്കമാണ്. അതിനകത്ത് വോയിസ് ക്ലിപ്പ് എന്ന് വന്നായിരുന്നല്ലോ പൾസർ സുനിയുടെ, അത് വെളിയിൽ എങ്ങനെയോ ലീക്കായി പറഞ്ഞ് അങ്ങനെ ശരിയല്ല ഒന്നുകൂടെ എടുക്കാൻ.
എനിക്കറിയത്തില്ല, ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത് അതിനകത്ത്. അപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ പൾസർ സുനി അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് വന്നു. പൾസർ സുനി ഇതുവരെ ചെയ്തൊന്നും മാന്യത കൊണ്ടും അല്ലെങ്കിൽ കുഴപ്പം കൊണ്ടും ആൾക്കാർ പറഞ്ഞു. ഇത് ചില ആൾക്കാരുടെ കയ്യിൽ കൊണ്ട് കിട്ടി. അതിനകത്തൊരു സംവിധായകൻ്റെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ അവസരം കിട്ടിയപ്പോൾ മുതലാക്കാൻ സ്വന്തം മകനെ കൊണ്ടുപോയി കുടുംബം കലക്കിയവളെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഒട്ടൊരു പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവസരം നോക്കി അല്ലെങ്കിൽ ഇത് ദിലീപിനെ കയറ്റിയാൽ കൊള്ളാമെന്ന് ദിലീപിൻ്റെ ഭാര്യയായിട്ടിരുന്നവർ വിചാരിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. വേറത്തെ ഒരു മാടം കാശ് കിട്ടിയാൽ ഞാൻ ഏത് പണിയും ചെയ്യും, ആരുടെയും ലിംഗം കണ്ടിക്കും, എന്ത് പണിയും ചെയ്യും, പൈസ മാത്രം മതി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാടം. അതുകൊണ്ടാണ് DGP ആവുന്നത്. അപ്പോൾ ഈ മാടങ്ങളെല്ലാം കൂടെ കിടക്കുമല്ലേ. അപ്പം ഇതിനകത്ത് ഈ ഒരു കേസ് വന്നു, കൊള്ളാം. അപ്പം പെട്ടെന്ന് ആലോചന വന്നു, എന്നാ ദിലീപിനെ പിടിച്ച് ഇതിനകത്ത് ഇട്ടേക്കാം. കണക്ട് ചെയ്യുമ്പോൾ വരും നോക്കിയപ്പോൾ വസ്തു എഴുതി കൊടുക്കണ്ട, അത് ഒക്കെ കയ്യിലിരിക്കും. അപ്പോൾ ദിലീപിനെ പിടിച്ച് ഇതിനകത്തിട്ടപ്പോഴത്തേന് ആളായി, ആരവമായി, കാശായി, കമ്പോളമായി, രായപ്പനായി, അല്ലെങ്കിൽ വേറെ ചിലരുമായി. അപ്പോൾ കോടികൾ അങ്ങോട്ട് ഉറക്കിക്കൊണ്ടിരുന്നു. കോടികൾ എത്ര ഇറക്കിയിണക്കുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിലില്ലാത്ത DGP ആവേണ്ട IPSകാർ വന്നിരുന്ന് ആരോ നിയോഗിച്ച് അതിൻ്റെ പുറകിൽ കോടിക്കണക്കിന് രൂപ അവർ വാങ്ങിച്ചെന്ന് പറയുന്നു. അതൊക്കെ കരക്കമ്പിയാണ്. കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 2 അക്കം വരുന്ന കോടി മേടിച്ചെന്നാണ് പറഞ്ഞത്. മനസ്സിലല്ലേ? അവർ വന്നിരുന്ന് തീരുമാനിക്കുന്നു. ദിലീപിനെ പോലെയുള്ള ഒരാളായതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരടുത്ത് വിളിച്ചു, അതായത് കേരളത്തിൻ്റെ ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി അന്ന് വിളിച്ചു പറഞ്ഞു ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, തെളിവുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ്, അദ്ദേഹം അങ്ങനെ പറയുന്ന ആളാണ്. തെളിവുകൾ കിട്ടി ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ. അതിനുശേഷം 8 കൊല്ലം തെളിവ് നോക്കി അയാളെ കൊണ്ടു നടന്ന് അയാളുടെ പ്രസ്ഥാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, നശിപ്പിക്കുന്നതിന് വേണ്ടി ഫുഡും കടയും മൊത്തവും നാട്ടുകാരെന്നുള്ള വ്യാജേന ആൾക്കാരെ നിർത്തി തല്ലിപ്പൊട്ടിച്ചു. ഓരോരുത്തരത്തും നടത്തി പ്രദർശനം നടത്തി ജയിലിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ശ്രീലേഖ ചെല്ലുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം ഇങ്ങനത്തെ ഒരു കേസിനകത്ത് ഇയാളെ ഇട്ടാൽ ഇയാൾ കുറ്റക്കാരനല്ലെങ്കിലും ഫ്രെയിം ചെയ്ത് വെച്ചാൽ ഒരു തെളിവില്ലെങ്കിൽ പോലും കോടതി തെളിയിക്കുന്നതിന് സമയമെടുക്കും. നീട്ടിക്കൊണ്ട് പോയി അറിയാവോ, 84 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടുന്ന ദിലീപിന് മാത്രമാണ്. ഇയാൾ സെലിബ്രിറ്റി ആയതുകൊണ്ടോ എന്തോ ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന് അന്നേ ആ ജാമ്യം കൊടുത്ത മജിസ്ട്രേറ്റിന് തോന്നിയുണ്ട്. അല്ലെങ്കിൽ 8 കൊല്ലം കിടന്നതിന് ഇയാളെ നശിപ്പിക്കാനും പ്രസ്ഥാനം. ഇപ്പോഴും ഈ 8 കൊല്ലവും മിണ്ടാതിരിക്കണമെന്ന് കോടതി പറഞ്ഞു. മിണ്ടരുന്ന് അയാളുടെ വക്കീലന്മാർ പറഞ്ഞു, കേസിനെ ബാധിക്കുന്നു. മിണ്ടായിരുന്നതിന് ശേഷം വെറുതെ വിട്ടു. കോടതിയുടെ വെബ്സൈറ്റിൽ ഇത് മൊത്തം ഈ 2000 വരുന്ന പേജ് വരുന്ന ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആർക്കും പരിശോധിക്കേണ്ട, ഒരു തെളിവുമില്ല. എല്ലാത്തിനും കാര്യം വ്യക്തത വരുത്തി പരിശോധിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ പറയുന്നു, ആദ്യമൊട്ട് റെക്കോർഡിംഗ് ആയി കോടതി. ഇവർ പറഞ്ഞ ആളിനെ മജിസ്ട്രേറ്റായിട്ട് ജഡ്ജിയായിട്ട് വെച്ച്, ഇവർ പറഞ്ഞ ആളിനെ പ്രോസിക്യൂട്ടർ വെച്ച്, ഇവർക്ക് വേണ്ടി സർക്കാരിൽ നിന്ന് എല്ലാം നിർത്തിയിട്ട് ഒരു തെളിവില്ലാതെ വിട്ട, അല്ലെങ്കിൽ ഒരു പഴുതിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാണിക്കാൻ പറ്റാത്ത റെക്കോർഡിക്കലായിട്ട് ഇപ്പോഴും പരിശോധിക്കാൻ രീതിയിൽ വെളിയിൽ വന്ന ഒരു കേസിൻ്റെ പുറകിലാണ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി, പാർവതി തിരോത്ത്, ഇന്നലെ മഞ്ജു വാര്യർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ രായപ്പൻ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ അതിജീവിതയുടെ കൂടെ ഇതിനകത്ത് എന്തോ സംഭവിച്ചു എന്ന് സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കലാപാഹ്വാനം നടത്താൻ വക്കീലന്മാർ പറയുന്നു. ഈ പറയുന്ന പോലെ കേസില്ല വക്കീലും ഇനി പറയുന്നു. എല്ലാവരും പറയുന്നു ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇവരുടെ പിറകിൽ രാജ്യവിരുദ്ധ ശക്തികളുണ്ട്. അതായത് കലാപാഹ്വാനം, നിങ്ങൾക്കറിയാം ജൻസി കലാപം എന്ന് പറഞ്ഞെങ്കിൽ രാജ്യം മൊത്തം കലാപം വലിയ ഇവിടെ അത് നടക്കുന്നു. പക്ഷെ ഇവർ പറയുന്നു കലാപം നടത്തണം, ആൾക്കാർ കൂടണം, നശിപ്പിക്കണം. ഭാഗ്യലക്ഷ്മി അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ പറയാം ഏറ്റവും അവസാനം അവർക്ക് എങ്ങനെ കരുത്തു വന്നു? ഇത്രയും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാള്, ഇവരെ പറ്റി വേറെ പല ആരോപണവും ഉണ്ട്. കാരണം ഇവർക്ക് ഇത്രയും കരുത്ത് വരണമെങ്കിൽ ഇവരുടെ പുറകിൽ അതുപോലൊരു മാഫിയുണ്ട്. ഇവരുടെ പുറകിൽ ആരോ കോടികളുമായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇപ്പം ഇതിനകത്ത് വേറെ രീതിയിലേക്കായി. സാധാരണക്കാരെല്ലാം അറിഞ്ഞും അറിയാതെയും ഇവര് പറയുന്നതിലേക്ക് വരുക. കാരണം അന്നേരം സെലിബ്രിറ്റി ആവും. റോഡിൽ നിന്നിപ്പം നജ്ഞ അങ്ങോട്ട് ചെന്ന് നിന്നിട്ട് ദിലീപിനെതിരെ പറഞ്ഞു, ദിലീപിൻ നിങ്ങളുടെ പുറകെ ക്യാമറയുണ്ട്, നിങ്ങളെ വൈറലാക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ ഇന്നാൾ ഇന്നത് പറഞ്ഞു. ഇന്നലെ ഒരു ലോകത്താരും അറിയാൻ വയ്യാത്ത, എങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത, ഒന്നിനും കൊള്ളാത്ത മാക്കാണ്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം പത്തനംതിട്ട നിന്ന് വണ്ടിയെ കയറി ദിലീപിൻ്റെ പടം സിനിമ ഇട്ടിട്ട് ഒക്കത്തില്ലെന്ന്. അപ്പം മനഃപൂർവ്വം അവരെ കയറ്റി ദിലീപിൻ്റെ സിനിമ ഇടിയിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അതും വിഷയമാണ്, ഇതും വിഷയമാണ്. അപ്പോൾ ഇവിടെ ദിലീപിനെതിരെ നിൽക്കുന്ന ആൾക്കാരെ മൊത്തവും വൈറലാക്കാൻ മാധ്യമങ്ങളുണ്ട്. അതായത് കോടികൾ മുടക്കി ഇപ്പോഴും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നു, കലാപാഹ്വാനം ഉണ്ടാക്കുന്നു. അതിൻ്റെ പുറകിൽ അതായത് ഈ മാഫിയ എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇന്ത്യയോട് സ്നേഹമില്ലല്ലോ. മട്ടാഞ്ചേരി മാഫിയയും ഇസ്ലാമിസ്റ്റുകൾക്കും അവർക്ക് ഇന്ത്യയോട് സ്നേഹമില്ല, അവരുടെ സ്നേഹമാണ്. അപ്പൊ ഇവിടുത്തെ സംവിധാനങ്ങളെ തകർക്കാം, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താം. അതായത് ഞങ്ങൾ വിചാരിക്കുന്ന അജണ്ടയിലേക്ക് സമ്പത്ത് കൊടുത്ത് മാധ്യമങ്ങളെ അതിന് പറയുന്നവരെ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ളൊരു നീക്കം, അതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് ഇറങ്ങി നിന്ന് പറയുന്നതിന് വേണ്ടി ഒരാൾ വേണം. നമ്മൾ പറയുന്നില്ലേ പല കലാപത്തിലും ബംഗ്ലാദേശിൽ ആലം എന്ന് പറഞ്ഞവനെ കൊണ്ടുവന്നില്ല. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാര്യത്തിന് ഭാഗ്യലക്ഷ്മിയാണ്. ഈ ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യണം.
കോടതിക്കെതിരെ, സംവിധാനത്തിനെതിരെ ഇത്രയും കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും ഇതിനെതിരെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ച് കലാപാഹ്വാനത്തിലേക്കും ഒരു രീതിയിലേക്കും പോകുന്ന ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ രാജ്യത്തിന് നാളെ കുഴപ്പമായിട്ട് വരും. ഇവർ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമാണ്. ഇവരുടെ പുറകിൽ കോടികൾ മറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ 20 കോടിയുടെ ഒരു കണക്ക് വന്ന് ഈ പറഞ്ഞ രായപ്പൻ്റെ പേരിൽ. ശരിയാണോ? അത് ചുമ്മാ വന്നല്ലോ, അല്ലെങ്കിൽ നിഷേധിക്കട്ടെ. ഇപ്പം പറയുമല്ലോ, നമ്മൾ എല്ലാവരും അതിജീവിതയുടെ പുറയില, എല്ലാവരും അതിജീവിത നീതി. പക്ഷേ അതിജീവിതയുടെ കൊട്ടേഷൻ കൊടുത്തില്ല. അതിജീവിത ചെയ്തതിനകത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ കറക്റ്റായിട്ട് നീതി പരിശോധിച്ചാണ് നടപ്പാക്കുന്നത്. അവർ ഇവരുടെ സൗകര്യത്തിനല്ല. ഇവർക്ക് പൾസർ സുനി വെളിയിൽ പോയാലും ദിലീപ് ഇതിനകത്ത് അതിജീവിതയുടെ പുറകിൽ മുഖം മൂടി ഇട്ടുകൊണ്ട് ഇവർക്ക് ദിലീപിനെ അകത്താക്കണം. ഈ പ്രസ്ഥാനം ചിലരുടെ കൈകിലാക്കണം. അതിനെത്ര മേടിച്ചു, എവിടുന്ന് മേടിച്ചു, ഏത് രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇത് ശരിയായ പോക്കല്ല, കൃത്യമായ പോക്കല്ല, രാജ്യവിരുദ്ധ നിലപാടുകളുടെ കൂടിയുള്ള പോക്കാണ്. സാർ, ഒരു കാര്യം കൂടെ പറയാം. ഈ ഭാഗ്യലക്ഷ്മി തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതോ ഈ സംഭവം നടന്ന സമയത്ത് കൊടുത്ത ഒരു വീഡിയോ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. അതിൽ ഭാഗ്യലക്ഷ്മി പറയുന്നത്, ഈ അതിജീവിത തന്നെ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു, ഇദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല, ഇത്രയും ക്രൂരമായ മനസ്സ് ഇദ്ദേഹത്തിനില്ല. ഇവർ ആരോപിക്കുന്ന ദിലീപിന് ഇത്രയും ക്രൂരമായ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹത്തിനില്ല. മറ്റേ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഇത് ഇദ്ദേഹമാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് അതിജീവിത ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞതായിട്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പുറത്തു. അപ്പൊ അതിജീവിതയ്ക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു അതിജീവിതക്കല്ല തന്നെ അതിനകത്ത്. ഞാൻ പറയാമല്ലോ, എനിക്ക് അറിയാവുന്ന ഞാൻ പലരോടും പേഴ്സണലി ഇദ്ദേഹത്തെ അറിയാം. നമുക്ക് പലരുമായിട്ടും ബന്ധമുണ്ട്. ദീർഘമായിട്ട് ദിലീപായിട്ട് അറിയാവുന്ന, ദിലീപിനെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന, അല്ലെ ദിലീപിന് വേണ്ടി നിൽക്കാത്ത, പരസ്യമായിട്ട് പറയാത്ത പോലും ആൾക്കാരുണ്ട്. ദിലീപിനെ ചെയ്യാൻ പറ്റത്തില്ല. ദിലീപിന് അത്തരക്കാരൻ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ പിടിക്കാൻ പറ്റത്തില്ല. അയാളെ പറ്റി അറിയുന്ന ഒരാളും പറയുന്നില്ല, ഒരാളെങ്കിലും പറയണ്ടേ. അപ്പൊ ഇതിനകത്തൊരു അജണ്ടയുണ്ട്. ഇതിനകത്ത് മോഹൻലാൽ ഇപ്പം ദിലീപിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരാളും അല്ലല്ലോ മോഹൻലാൽ. മമ്മൂട്ടി അങ്ങനെ അല്ലല്ലോ. മോഹൻലാൽ ഒന്നും ആർക്ക് വേണ്ടി ആര് വന്നാലും ഈ ഞാൻ പറയുമെന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി നിൽക്കുന്നതേ. ഭാഗ്യലക്ഷ്മി നല്ലയിടത്ത് നിന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരുടെ പുറയിൽ നിൽക്കാതിരിക്കുന്നത് ഈ ജഡ്ജിയും കോടതിയും ഇത് കണ്ടില്ലെന്നടിക്കുന്നത്, ഇവിടുത്തെ സംവിധാനങ്ങൾ ഇത് കണ്ടില്ലെന്നടിക്കുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന കൂറുകേടാണ്. കാരണം ശരിക്കും ഇവരെ അകത്തിടണം, ഇവരകത്താകണം. ABC മലയാളത്തിൻ്റെ കൂടെ ABCക്ക് ഒരു ഹിന്ദി ചാനലുണ്ട്, ABC ഹിന്ദി. അത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ വരിക്കാരാകണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.